എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പെരിയാവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറി നമുക്കൊരു വലിയൊരു വില്ല പ്രോജക്റ്റിൻ്റെ അകത്ത് നമുക്ക് 3 ബെഡ്റൂമോട് കൂടിയ ഒരു 2 നില വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാവാണ്, നമ്മുടെ തിരുമല പെരിയാവാണ് വീട് നിൽക്കുന്നത്. നമുക്ക് ഈ വീട് നിൽക്കുന്ന വസ്തു എന്ന് പറയുന്നത് 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ ഫ്രണ്ടിലെ കാർ പാർക്കിംഗ് വന്നിട്ട് 3 കാർ വരെ ഇടാൻ പറ്റിയ വലിയൊരു കാർ പാർക്കിംഗ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഗാർഡൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് ചെയ്തിരിക്കുന്ന വാസ്തു പ്രകാരമാണ്. അതുപോലെ നമുക്ക് വടക്ക് ദർശനത്തിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് തമ്പാനൂർ പോകാൻ 9 കിലോമീറ്ററും നമുക്കിവിടെ നിന്ന് എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ വലിയ 3 കാർ ഇടാൻ പറ്റിയ കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്ക് ഇൻ്റർലോക്കൊക്കെ വന്നിട്ട് നമുക്ക് നല്ല കൂടിയ ഇൻ്റർലോക്കാണ് നമ്മുടെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീട് ചെയ്യുന്ന കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വാസ്തു പ്രകാരമാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ് വരുന്നത്. നമുക്ക് ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മളിന്ന് ഈ വീട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വുഡ് വന്നിട്ട് നമുക്ക് വയലറ്റ് തേക്കാണ് ചെയ്തിട്ടുള്ളത്, അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട് നല്ല ലക്ഷറി ലുക്കിലാണ് നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് പെയിൻറ്റിങ്ങിനൊക്കെ നമ്മൾ നല്ല പ്രീമിയം പെയിൻ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വില്ലയ്ക്ക് ഏകദേശം ഒരു 19 വീട് അടുപ്പിച്ച് നമുക്ക് സെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്, മിക്ക വീട്ടിൽ ആൾ താമസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വില്ലയ്ക്ക് നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് 55 ലക്ഷം മുതലാണ് നമുക്ക് വീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്നത് നമുക്ക് 64 ലക്ഷം രൂപയാണ്. നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വീട് നിൽക്കുന്നത് 4 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്ന നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ ഗ്ലാഡിംഗ് വർക്കിന് ഉപയോഗിക്കുന്ന വുഡിൻ്റെ ടെയിലാണ്. അതുപോലെ നമുക്ക് ഇതിൽ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് വയലറ്റ് തേക്കാണ്, അത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തൂണിൽ നമ്മുടെ ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വുഡിൻ്റെ ടെയിലാണ്, അതിൽ നമുക്ക് അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലെ 4 സീലിംഗ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പോട്ട് ലൈറ്റ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഫാം ലൈറ്റാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചെറിയൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ 4 കിരണ്ടിൻ്റെ ടെയിലാണ് വരുന്നത്. നമുക്ക് ഇതിൽ അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡോർ വന്നിട്ട് നമുക്ക് നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വയലറ്റ് തേക്കാണ്. നമ്മുടെ ഫ്രണ്ട് വുഡ് വന്നിട്ട് വയലറ്റ് തേക്കാണ്, നമുക്ക് പോളിഷും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളാണ്. നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. നമ്മുടെ ലിവിങ് ഏരിയയും അതേപോലെ നമുക്ക് ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ലിവിങ് ഏരിയ നമുക്ക് നല്ല വലിയൊരു ലിവിങ് ഏരിയയാണ് വരുന്നത്. നമുക്ക് TV യൂണിറ്റും വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് എത്ര ഇഞ്ച് TV ആണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. അതുപോലെ നമ്മുടെ TV യൂണിറ്റിൽ നമുക്ക് കബോർഡ്, നമുക്ക് നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ TV യൂണിറ്റ് വരുന്ന ചെവിൽ നമുക്ക് റോയൽ പ്ലേ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അകത്ത് നമുക്ക് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫാൻസി ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിവിങ് ഏരിയയിലെ സൈസ് വന്നിട്ട് 14x12 നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. അതുപോലെ നമുക്ക് 4 കിരണ്ടിൻ്റെ ടെയിലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസ് ആണ് വരുന്നത്. ഹൗസ് സൈഡ് നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട് നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിട്ട് നമുക്ക് 14x13 നമ്മുടെ സൈസ് വരുന്നത്. അതുപോലെ നമ്മുടെ വാഷ് ബേസും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷനിൽ നമുക്ക് 4 സീലിംഗ് നമ്മുടെ ഫാം ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മുടെ TV യൂണിറ്റിൽ നിന്ന് നമ്മുടെ ഡൈനിങ് സെക്ഷൻ നമുക്ക് പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ട് പാർട്ടേഷൻ തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ ഫാൻസി ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ തന്നെയാണ് നമ്മുടെ വാഷ് ബേസ് വരുന്നത്. നമ്മുടെ വാഷ് ബേസ് ഒക്കെ വന്നിട്ട് നമുക്ക് ജാഗോറാണ്. അതുപോലെ നമ്മൾ നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ വാഷ് ബേസും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ നല്ല സ്റ്റോറേജും വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലോട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഒരു ഓപ്പൺ കിച്ചൺ, നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട് നമ്മൾ വലിയൊരു ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നമ്മുടെ വുഡിൻ്റെ ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് വലിയ 4 കിരണ്ടിൻ്റെ ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ ഗ്ലാഡിങ്ങിലും നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ അപ്പോസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സീലിംഗ് 4 സീലിംഗും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്ന് ഹൗസ് സൈഡ് നമുക്ക് വലിയൊരു വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 13x11 നമ്മുടെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയ കബോർഡാണ്. MDF ബോർഡിലാണ് നമ്മുടെ കബോർഡ് വെച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. അതുപോലെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ്റൂമിലെ ഡോറൊക്കെ വന്നിട്ട് നല്ല പ്രീമിയം ഡോറാണ് ആഡ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ഇടുന്ന സ്റ്റെയർ ആണ്. നമ്മുടെ സ്റ്റെയറിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീലാണ്, നമ്മുടെ ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൽ നമ്മുടെ ഫോർത്ത് ടൈൽ വന്നിട്ട് വുഡിൻ്റെ ഡിസൈൻ എന്ന ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയർ കയറി പോകുന്ന നമ്മുടെ ഫസ്റ്റ് ചെവിൽ നമുക്ക് ടെസ്റ്റർ വർക്ക്, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയർ കയറി പോകുന്നിടത്ത് തന്നെ നമുക്ക് പർഹോള, നമ്മുടെ ടെറസിൽ സീലിംഗ് നമുക്ക് പർഹോളയും വരുന്നുണ്ട്. നമ്മുടെ പർഹോളിൽ നമ്മളൊരു ഫാൻസി ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെസ്റ്റർ ചുവരിൽ നമുക്കൊരു ഫാൻസി ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാള് വന്നിട്ട്, സെക്കൻഡ് ഫ്ലോറിലെ ഹാള് വന്നിട്ട് അതിവിശാലമായിട്ടുള്ള ഒരു ഹാളാണ് വരുന്നത്. നമ്മുടെ ഹാളിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും വരുന്നുണ്ട്. നമുക്കിവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് ഇതാണ്. നമുക്കിത് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം സൈസ് വന്നിട്ട് 10x13 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് ഇവിടെയും വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ്. അതേപോലെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലിംഗ് കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പ്രീമിയമാണ്. അതുപോലെ നമ്മുടെ വാഷ്റൂമിലെ ഹീറ്റർ പോയിന്റ്, നമ്മുടെ 3 വാഷ്റൂമിലെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. നമ്മുടെ ഹാളിൽ നിന്ന് 3ാമത്തെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക്. നമ്മുടെ 3 ബെഡ്റൂമിലെ കബോർഡും നമുക്ക് സെയിം മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. ഇതും വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇതും നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബെഡ്റൂമിന് അടുത്ത് വരുന്ന നമുക്ക് ഹാളിൽ നിന്ന് ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് വലിയൊരു സ്റ്റഡിങ് റൂമായിട്ട് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട് നമ്മുടെ ഹാളിൽ. ഈ ഡോർ വന്നിട്ട് നമുക്ക് താഴത്തെ സെയിം മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയും ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. താഴത്തെ അതേ മെത്തേഡിൽ ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാൽക്കണിയിൽ സ്റ്റീൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഗ്ലാസ് ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാൽക്കണിയിൽ നമുക്ക് നല്ല ആംബിയൻസ് ആണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലുള്ള ഏകദേശപ്പെട്ട വില്ലയിലൊക്കെ ആൾതാമസം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ പെരിയാവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് നിൽക്കുന്നത്. വലിയൊരു വില്ലയാണ്, വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഏകദേശപ്പെട്ട വീട്ടിലെല്ലാം ആൾതാമസമുണ്ട്. ഈ വീട് നിൽക്കുന്നതിൽ നമുക്ക് 4 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമോട് കൂടിയൊരു വീടാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് 3 കാറുകളുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയുടെ നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് തമ്പാനൂരിൽ നിന്ന് 9 കിലോമീറ്റർ, എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്ററാണ് ദൂരം വരുന്നത് വീട്ടിലോട്ട്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അടുത്ത എന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ടാണ്. അതുവരെയും എല്ലാവർക്കും ബൈ.